ജ്യോതിഷം പാഠ്യ ഗവേഷണ വിഷയമാക്കാമോ എന്ന ചോദ്യത്തിന്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചോദ്യത്തിന് വേണ്ട എന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ വിദഗ്ധ അധ്യാപക സംഘം മറുപടി നൽകി എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. തുടർന്ന് ആ തീരുമാനം ശരിയല്ലെന്നും അതിനാൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഞാൻ ബഹുമാന്യനായ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതും വാർത്തയായതാണ്. എന്നാൽ ഞാൻ ഉയർത്തിയ ആവശ്യം അത് എന്റേത് മാത്രമാണ് എന്ന് കരുതുന്നില്ല. സമൂഹത്തിൽ ഒരു ഗണ്യമായ വിഭാഗത്തിന്റെ ആവശ്യമാണ് അത്. അതെന്തായാലും ആ ആവശ്യം അന്ധവിശ്വാസത്തിന് കുടപിടിക്കലാണ്, ചൂട്ടുപിടിക്കലാണ് എന്ന ആരോപണം ഉയരുകയാണ് ഇപ്പോൾ. അറിഞ്ഞും അറിയാതെയും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അതിന്റെ പതിവ് രീതിയിൽ പുച്ഛം, ആക്ഷേപം, പരിഹാസം ഒക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് വിഭാഗക്കാരാണ് എന്നാണ് വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഭാരതീയമായ ഏതറിവിനെയും അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക എന്ന ലക്ഷ്യമുള്ളവർ ബോധപൂർവവും, അല്ലാത്ത ഒരു വിഭാഗം മേൽവിഭാഗത്തിന്റെ കുഴലൂത്തിന് വശംവദരായി തെറ്റിദ്ധരിച്ചും ജ്യോതിഷം പഠിപ്പിക്കുന്നതിനെതിരെ രംഗത്തെത്തുകയാണ്. ഏതായാലും അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഇക്കാര്യം സംബന്ധിച്ച ചില വിശദീകരണങ്ങൾ ലഭിച്ചാൽ കാണാമായിരുന്നു, അല്ലെങ്കിൽ കേൾക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവർക്കായി ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. വസ്തുത എന്താണ് എന്ന് വെച്ചാൽ, ജ്യോതിഷം 6 വേദാംഗങ്ങളിൽ ഒന്നാണ്. വേദങ്ങൾ ശരിയാവണ്ണം ഗ്രഹിക്കാൻ സഹായിക്കുന്ന, മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശാസ്ത്രശാഖകളാണ് വേദാംഗങ്ങൾ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിവയാണ് വേദാംഗങ്ങൾ. ഇനി കേവലം പ്രശ്നം വയ്പും ജാതക പൊരുത്തം പരിശോധിക്കലും ഭാവി പ്രവചനവും ഒക്കെയാണോ ജ്യോതിഷം എന്ന് ചോദിച്ചാൽ, അങ്ങനെ കരുതുന്നവരോട് ജ്യോത്സ്യം എന്ന് ഇന്ന് അറിയപ്പെടുന്നത് എന്താണോ അതിൽ പരിമിതപ്പെടുത്താവുന്നതല്ല ജ്യോതിഷം എന്നുറപ്പ്. ജ്യോതിഷം 2 വശങ്ങളോട് കൂടിയതാണ്: സിദ്ധാന്ത ജ്യോതിഷവും പ്രവചന ജ്യോതിഷവും. ഭാവി പ്രവചിക്കാനുള്ള ശാസ്ത്രമായിട്ടല്ല ജ്യോതിഷം തുടങ്ങിയതും അല്ലെങ്കിൽ നിലനിൽക്കേണ്ടതും. അത് കാലനിർണയ ശാസ്ത്രമാണ്. കാലാവസ്ഥയും ഋതുഭേദവും ഒക്കെ അറിയാൻ വേണ്ടിയുള്ളതാണ് ജ്യോതിഷം എന്നർത്ഥം. എന്നാൽ അടുത്ത കാലത്തായി പ്രവചന ജ്യോതിഷത്തിനാണ് പ്രാധാന്യം ലഭിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, മനുഷ്യന് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ആഗ്രഹങ്ങളും ഒക്കെ തന്നെയാണ്. അതേസമയം സിദ്ധാന്തപക്ഷമാകട്ടെ പൊതുജനത്തിന് ഒട്ടും ആവശ്യം വരുന്നില്ല താനും. പണവും പ്രതാപവും ഉണ്ടാക്കാനുള്ള കുറുക്കു വഴിയാണ് പ്രവചന ജ്യോതിഷം എന്ന് മനസ്സിലാക്കിയവർ ഏറെയുണ്ട്. ജ്യോത്സ്യൻ എന്ന ബോർഡ് വെച്ചും PR വർക്ക് ചെയ്തുമൊക്കെ അത്തരക്കാർ ആ വഴിക്ക് പണം ഉണ്ടാക്കുന്നുമുണ്ട്. അത്തരം ഹീനശ്രമങ്ങളെ തടയേണ്ടത് അത്യാവശ്യമാണ് എന്നത് അവിതർക്കിതമാണ് താനും. എന്ന് വെച്ച് ജ്യോതിഷത്തെ ഒന്നാകെ തള്ളിക്കളയാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. പ്രവചനപക്ഷം മാറ്റി നിർത്തിക്കൊണ്ട് സിദ്ധാന്ത ജ്യോതിഷം പഠിപ്പിക്കാനെങ്കിലും ശ്രദ്ധിക്കുകയല്ലേ ഈ ഘട്ടത്തിൽ വേണ്ടത് എന്നതാണ് ചോദ്യം. കാലാവസ്ഥാ പഠനത്തിൽ പ്രധാനമാണ് സൂര്യന്റെ സ്ഥാനവും ചന്ദ്രന്റെ സ്ഥാനവും ചലനവും ഒക്കെ. അതിനാൽ തന്നെ ഭാരതീയ ജ്യോതിഷ പഠനത്തിന്റെ അടിത്തറകളിൽ പ്രധാനപ്പെട്ടവയാണ് സൂര്യന്റെ സ്ഥാനം, അതുപോലെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം, അവയുടെ ചലനം എന്നിവയൊക്കെ. അത്തരം അറിവുകൾ വിശദമായി രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ പലത് ലഭ്യമാണ് താനും. പക്ഷേ അവ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അവ പഠിക്കണം എന്ന് തീരുമാനിക്കാൻ കേരളത്തിലെ അക്കാദമിക ലോകം തയ്യാറാകുന്നില്ല എന്നതാണ് ആശങ്കാജനകം. ഇതിന് പിന്നിൽ കേവലം അജ്ഞതയാണോ അതോ ബോധപൂർവമായ നീക്കമാണോ എന്നേ ഇനി വ്യക്തമാക്കാനുള്ളൂ. ആദ്യത്തേതാണെങ്കിൽ അപകടം, രണ്ടാമത്തേതാണെങ്കിൽ അതിലും അപകടം. പ്രാചീന മധ്യ കാലഘട്ടങ്ങളിൽ പാശ്ചാത്യ ലോകത്തിന്റെ വിശ്വാസം സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണ് എന്നതായിരുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ ഉണ്ടായ താമസം അതേ രീതിയിൽ പിന്നീട് ഇങ്ങോട്ടും തുടർന്നു എന്ന് കാണാം. AD 1623 ജനിച്ച ഐസക് ന്യൂട്ടൺ ഭൂഗുരുത്വ നിയമം കണ്ടെത്തി എന്ന് വെളിപ്പെടുത്തിയത് 1687 എന്നാൽ AD 476 ജനിച്ച ആര്യഭടൻ സൂര്യ സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ടെന്നും ഭൂമി വസ്തുക്കളെ താഴോട്ട് വലിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ന്യൂട്ടൺ ജനിക്കുന്നതിന് 1000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ഭൂഗുരുത്വം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. കോപ്പർനിക്കസ് ആണ് ഭൂമി സൂര്യനെ ചുറ്റുകയാണ്, സൂര്യൻ ഭൂമിയെ വലം വയ്ക്കുകയല്ല എന്ന് കണ്ടുപിടിച്ചത് എന്നാണ് പാശ്ചാത്യ നാട്ടിലെ പണ്ഡിത സമൂഹം പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ എന്താണ് വസ്തുത? കോപ്പർനിക്കസ് 1473 ജനിച്ചത്. അദ്ദേഹം സൂര്യനെ ഭൂമി ചുറ്റുന്നു എന്ന് വെളിപ്പെടുത്തും വരെ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നായിരുന്നു പാശ്ചാത്യ നാടുകളിലെ വിശ്വാസം.
പഠിപ്പിച്ചിരുന്നതും അങ്ങനെ തന്നെ. എന്നാൽ AD 500 കാലഘട്ടത്തിൽ, അതായത് 1500 വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാരതത്തിൽ ഇക്കാര്യം. ഇനി ഗലീലിയോ ജനിച്ചത് 1564-ലും മരിച്ചത് 1642-ലുമാണ്. ടെലിസ്കോപ്പ് അദ്ദേഹം കണ്ടുപിടിച്ച ശേഷമാണ് 9 ഗ്രഹങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാശ്ചാത്യ വാന നിരീക്ഷകരും സമാന മേഖലയിലെ വിദഗ്ധരുമൊക്കെ ചേർന്ന് സ്ഥിരീകരിച്ചത്. അത് പക്ഷേ ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. ആര്യഭടന്റെ കാലം AD 476 മുതൽ 550 വരെയാണ്. അദ്ദേഹം രചിച്ച ആര്യഭടീയം എന്ന പുസ്തകത്തിൽ ഭൂഗുരുത്വം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. AD 550 ജനിച്ച് 628 മരിച്ച ഭാസ്കരാചാര്യർ ഒന്നാമൻ അദ്ദേഹം രചിച്ച ഭാസ്കരീയത്തിലും ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുണ്ട്. ഇത്തരം ഗ്രന്ഥങ്ങളാകട്ടെ പാശ്ചാത്യ ചൈനീസ് ചരിത്രകാരന്മാരൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. വരാഹമിഹിരൻ AD 6-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും ആകർഷണ ശക്തിയെക്കുറിച്ചും ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം സംബന്ധിച്ചുമൊക്കെ കൃത്യമായി കുറിച്ചിട്ടുണ്ട്. വരരുചി ചന്ദ്രന്റെ സ്ഥാനം നിർണയിച്ചത് AD 3-ാം നൂറ്റാണ്ടിലാണ്. ഭൂമിയിൽ നിന്ന് ഏത് കോണിലാണ് ചന്ദ്രൻ, ചന്ദ്രന്റെ സ്ഥാനത്തിൽ മാറ്റം വരുന്നത് എങ്ങനെ എന്നതൊക്കെ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. തുടർന്ന് AD 800-850 ഗോവിന്ദസ്വാമി ആ കണക്ക് കുറച്ചുകൂടി പരിഷ്കരിച്ചു. സംഗമ ഗ്രാമമാധവൻ തന്നെ, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1340-1425 ഈ പഠനവുമായി വളരെയധികം മുന്നേറി. മാധവീയം നേരത്തെ ഉള്ളതിൽ നിന്നുള്ള മുന്നേറ്റമാണ്. ചരിത്രത്തിൽ നിന്ന് വെളിപ്പെടുന്നത് പാശ്ചാത്യർക്ക് ഭാരതീയ ശാസ്ത്രത്തിന്റെ അടുത്തുപോലും ഇത്തരം കാര്യങ്ങളിൽ ജ്യോതിഷ പഠനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. 500 വർഷത്തെ ചരിത്രമേ ഉള്ളൂ ജ്യോതിഷത്തിന് പാശ്ചാത്യ ലോകത്ത്. എന്നാൽ ഭാരതത്തിലാവട്ടെ 1800 വർഷം മുൻപ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ വരെയുണ്ട്. ചിലപ്പോൾ അതിനു മുൻപേയുള്ള വിവരവുമുണ്ട്. ഇനി ഗലീലിയോ, കോപ്പർനിക്കസ് ഒക്കെ നടത്തിയ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ തന്നെയാവട്ടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിൽ പാശ്ചാത്യ ലോകത്തിന് വലിയ സമയമെടുത്തു, അല്ലെങ്കിൽ സമയം വേണ്ടി വന്നു. എന്നാൽ ഭാരതത്തിൽ തുടർച്ചയായുള്ള പുരോഗമനം ഇത്തരം പഠനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, അതായത് ഭാരതീയമായി ഈ രംഗത്തുള്ള അറിവിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കാത്തവരോ, അല്ലെങ്കിൽ അന്ധമായി പാശ്ചാത്യമായ അറിവ് മാത്രമാണ് അറിവ് എന്ന് ധരിച്ചു വശായവരോ ആണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ സ്ഥിതി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കാര്യങ്ങൾ അറിയാതെയാണെങ്കിൽ അപകടം, അല്ല അറിഞ്ഞ് ബോധപൂർവമാണെങ്കിൽ അതിലും അപകടം. കാരണം അറിവിനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അറിവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന അക്കാദമിക സമൂഹം ബോധപൂർവം വിജ്ഞാനം അടുത്ത സമൂഹത്തിലേക്ക്, അടുത്ത തലമുറയിലേക്ക് കടന്നെത്തുന്നതിനെ തടയുന്നു. അതിന് വേണ്ടി ശ്രമിക്കേണ്ടവർ, അതിനുവേണ്ടി നിലകൊള്ളുന്നവർ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സങ്കുച താല്പര്യങ്ങൾ മുൻനിർത്തി അറിവ് അടുത്ത തലമുറയിലേക്ക് പകരുന്നതിനെ അല്ലെങ്കിൽ പകർത്തേണ്ടുന്നതിനെ തടയുന്നു എന്ന് വരുന്നത് അങ്ങേയറ്റം ഖേദകരമായ ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ അക്കാദമിക ലോകത്ത് നിർഭാഗ്യവശാൽ വന്നു ചേരുകയും പഠനം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു രീതിയിലേക്ക്, ഇവിടെ പഠിക്കേണ്ട എന്ന് തന്നെ ചിന്തിക്കുന്ന രീതിയിലേക്ക് സമൂഹം, യുവതലമുറ, രക്ഷകർത്താക്കൾ ഒക്കെ എത്തുകയും ചെയ്യുന്ന നിർഭാഗ്യകരമായ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇത് കേരളത്തിന്റെ അക്കാദമിക വളർച്ചയെ മുരടിപ്പിക്കുന്നതിന് മാത്രമേ, അക്കാദമിക വളർച്ചയെ തടയുന്നതിന് മാത്രമേ, കേരളത്തിന്റെ അക്കാദമിക രംഗത്തെക്കുറിച്ച് എന്തൊക്കെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുവോ അതൊക്കെ വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയേ ഉള്ളൂ എന്ന് മാത്രമല്ല, അക്കാദമിക സമൂഹം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പുറത്തുവിടുമ്പോൾ, കാരണം ജ്യോതിഷം പഠിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ സ്വാഭാവികമായും അത് സമൂഹത്തെ സ്വാധീനിക്കും, സമൂഹം ഒന്നാകെ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരു ചുരുങ്ങിയ വിഭാഗം അക്കാദമിക സമൂഹത്തിനെങ്കിലും ജ്യോതിഷം പോലുള്ള ശാസ്ത്രശാഖകൾ പഠിക്കേണ്ടതില്ല, ഭാരതീയ ഗണിതം പോലുള്ള ശാസ്ത്രശാഖകൾ പഠിക്കേണ്ടതില്ല എന്ന ചിന്ത ഉണ്ടെങ്കിൽ ആ ചിന്ത സമൂഹത്തിലേക്ക് പടർത്താൻ മാത്രമേ ഇത്തരം വ്യക്തികളുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. അക്കാദമികമായ സമീപനം തന്നെയാണ് ആവശ്യം. അതായത് അക്കാദമിക സമീപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഇത് പഠിക്കണം, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടത് എന്ന് ഗൗരവത്തിൽ ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ ഉരുത്തിരിക്കുന്നത് പഠനം വേണമെന്നാണെങ്കിൽ പഠിക്കുക, അല്ല പഠനം വേണ്ട എന്നാണെങ്കിൽ വേണ്ടെന്ന് വെക്കുക. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ല. കാരണം അതത് മേഖലകളുമായി ബന്ധപ്പെട്ട, ഉദാഹരണത്തിന് കാലിക്കറ്റ് സർവകലാശാലയിൽ തന്നെ സർവകലാശാലയ്ക്ക് മുന്നിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അയച്ച സന്ദേശത്തിൽ പറയുന്നത് തന്നെ
ആസ്ട്രോണമി, ആസ്ട്രോളജി ഇത് രണ്ടും ചേർത്ത് പഠിക്കാൻ സാധിക്കുമോ എന്നതാണ്. ഈ രണ്ട് ശാസ്ത്രങ്ങൾ ചേർത്ത് പഠിക്കണം എന്ന ആവശ്യം ഉയർന്നു വരുന്നതിന്റെ കാരണം ചരിത്രപരമായി ഈ രണ്ട് ശാസ്ത്ര ശാഖകൾ തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതിനെ സമീപിച്ചുകൊണ്ട് ആസ്ട്രോണമി പഠിക്കേണ്ടതുണ്ടോ, ആസ്ട്രോളജി പഠിക്കേണ്ടതുണ്ടോ, ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതിൽ അന്ധവിശ്വാസത്തിന്റെ ഭാഗം എത്രത്തോളമാണ്, അത് മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ഗൗരവത്തോടെ ചർച്ച ചെയ്തിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ. എന്നാൽ അത്തരത്തിൽ ഈ രംഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിദഗ്ധർ ഉൾപ്പെട്ട സമിതിയാണോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചത്? അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഇത്തരം അക്കാദമിക വിദഗ്ധർ അവർക്ക് പുറത്തുള്ള അക്കാദമിക രംഗത്തുള്ള അല്ലെങ്കിൽ ഇത്തരം ശാസ്ത്ര ശാഖകളെ കുറിച്ച് അറിവുള്ളവരുമായി ചർച്ച നടത്തി അവരുടെ കൂടെ ഇടപെടലിന്റെ ശേഷമാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയത് അല്ലെങ്കിൽ എത്തേണ്ടത് എന്നതാണ് ചോദ്യം. എന്തായാലും ഭാരതീയമായ അറിവുകളെ അംഗീകരിക്കുന്ന ഒരു സംവിധാനം ദേശീയ തലത്തിൽ ഉണ്ടായി വരുന്നുണ്ട്, മറ്റു മിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ശുഭ സൂചകമാണ് എന്ന് വിചാരിക്കാം. ഇവിടെ കേരളത്തിൽ ഒരു വിഭാഗം അക്കാദമിക സമൂഹം മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറെക്കാലം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കാൻ ഇപ്പോൾ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വിജ്ഞാനത്തെ മറച്ചു വെച്ചുകൊണ്ട് അജ്ഞാനത്തെ ഉയർത്തി നിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം എന്നതിനെ എന്തായാലും സമൂഹം ദീർഘകാലം അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇത് തൽക്കാലം സമൂഹത്തിന്റെ മുന്നിൽ ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. അതുകൊണ്ട് എത്ര കാലം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതൊരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഇതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയമായ അറിവും ലോകത്തിൽ വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലമാണിപ്പോൾ. നമുക്കറിയാം കൊറോണ കോവിഡ് കാലത്ത് യോഗ പദ്ധതിക്ക് ആഗോളതലത്തിലുണ്ടായ സ്വീകാര്യത അതിപ്പോഴും തുടരുന്നു. കഴിഞ്ഞ യോഗാ ദിനത്തിൽ പോലും ലോകത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പാരീസ് പോലുള്ള അല്ലെങ്കിൽ ന്യൂയോർക്ക് പോലുള്ള വാഷിംഗ്ടൺ പോലുള്ള ലണ്ടൻ പോലുള്ള കേന്ദ്രങ്ങളിലൊക്കെ എത്ര വലിയ താല്പര്യത്തോടെയാണ് സമൂഹത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിഭാഗങ്ങൾ തന്നെ യോഗ പരിശീലനവുമായി പൊതുരംഗത്ത് വന്നുകൊണ്ട് യോഗയ്ക്ക് പ്രചരണം നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എത്രത്തോളം ആഴത്തിൽ യോഗ ലോകത്താകമാനം പ്രചരിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് വ്യക്തമായ നാളുകളാണ്. സമാനമായ സാഹചര്യം ഭാരതീയമായ വിജ്ഞാനത്തെ എവിടെയൊക്കെ അതിനെ തിരസ്കരിക്കാൻ അല്ലെങ്കിൽ പിന്തള്ളാനുള്ള ശ്രമമുണ്ടായോ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഭാരതീയമായ വിജ്ഞാനം ലോകത്തിന് മുന്നിലേക്ക് കടന്നു വരുന്ന വളരെ ശുഭ സൂചന പകരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും അതായത് ജ്യോതിഷം ശരിയായ അർത്ഥത്തിൽ പഠിക്കേണ്ടതാണ് എന്ന കാര്യത്തിലും അത്തരത്തിലുള്ള ഒരു തീരുമാനം, പോസിറ്റീവായ ഒരു തീരുമാനം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിൽ അറിവ് പകർന്നു നൽകുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിലൊക്കെ വിപ്ലവകരമായ പുരോഗതി ശരിയായ ദിശയിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം.